கன்பாவிற்கு 20 லிட்டர் ஃபிட்னஸ். அதுவும் அதில் ரொம்ப ஒட்டாத, அப்புறம் கஷ்டமா இருக்கும். നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന മൂവിയിലെ ടീസറാണ്. നമുക്കറിയാം കുറേ നാളുകളായി ശരിക്കും നമ്മൾ സൂര്യാണ്ണനെ കണ്ടിട്ട്, അതായത് നമ്മൾ എന്തൊക്കെയോ മൂവി അദ്ദേഹത്തിന് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണെങ്കിൽ അതങ്ങനെ എവിടെയോ പോയ പോലെ ഉണ്ടാവും. ഇപ്പോൾ കുറേ നാളായിട്ട് ശരിക്കും ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. ആൻഡ് ലാസ്റ്റ് ഇടങ്ങിയ പടമാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിട്ട് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. മറ്റേ പടം ഇരുമ്പ് കയ്യ അല്ലല്ല, അതല്ല, മറ്റേത് ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് കങ്കുവ. ഇരുമ്പ് കൈ ഇരുമ്പ് കൈ മായവയാണ്. പിന്നീട് എന്തോ മാറി എന്തൊക്കെയോ ആയി കുറെ സിനിമ. പക്ഷെ അതിനുശേഷം വേറൊരു പടം വന്നില്ലായിരുന്നു, ഒരു ബ്ലാക്ക് ഡ്രസ് കറുപ്പുസ്വാമിയല്ലേ? പക്ഷെ അത് അതിന്റെ ഒന്നും അറിയില്ല. നമ്മളതിന്റെ ഒന്നും അപ്ഡേറ്റ് തന്നെ നമ്മൾ റിയാക്ട് ചെയ്തില്ല. ഒന്നും അറിയില്ല. പക്ഷെ കങ്കുവാണ് ഓർമ്മയിലുള്ള പടം. അതായത് ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ ആ പടത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു പടത്തോടെ ഭയങ്കരമായിട്ട് എന്താ പറയാ ക്രിറ്റിസിസംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആക്ട്രസ് വരുന്നത് മമിത ബൈജു ആണ്. നമ്മള് കുറേ അധികം റൂമേഴ്സ് ആണോ അല്ലെങ്കിൽ അത് റിയൽ ആണോ എന്നറിയില്ല. ഇവര് തമ്മിൽ ഒരു പടം ഉണ്ടായിരുന്നു, പക്ഷെ അത് നിന്നു പോയതാണ്. ആൻഡ് അത് ഓൾമോസ്റ്റ് ഷൂട്ടൊക്കെ ചെയ്തൊരു വിധം എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും സൂര്യണ്ണൻ പ്ലസ് മമിത ബൈജു കോമ്പിനേഷൻ മുന്നേ ഓൾറെഡി വരാനിരുന്നതായിരുന്നു, പക്ഷെ നിന്നുപോയിതേ. അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്താണ് ഇത് റൂമർ ആണെങ്കിലും ഒന്നും അറിയില്ല. നമുക്ക് കേൾക്കുന്നതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കേൾക്കുന്നത് വെച്ച് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ, ആ ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ ആൾക്കാരെ വെയിറ്റ് ചെയ്യും. പക്ഷെ എന്തൊരു കോമ്പിനേഷൻ ആണെന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? അതുപോലെ തന്നെ രാധിക ശരത് കുമാറും ഉണ്ട്, രവീണ ടണ്ടനും. ഇവരാണ് മെയിൻ റോളിൽ കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയുന്ന ഡയറക്ടർ നെയിം വെങ്കി അറ്റ്ലൂരിയാണ്. അവിടെയാണ് ഒരു പ്രതീക്ഷ ഉള്ളത്. കാരണം വെങ്കി അറ്റ്ലൂരിന്റെ ലാസ്റ്റ് മൂവി എനിക്ക് എന്റെ അറിവില്ല കേട്ടോ, അതിന് ശേഷം വേറെ പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല. വാത്തി മൂവിയാണ് ധനുഷിന്റെ. ആ പടം തെലുഗിലും തമിഴിലും ഇറങ്ങിയിട്ട് ഒരേ സമയം ഹിറ്റായ മൂവിയും കൂടിയാണ് അല്ലെ? ഈ പടം അങ്ങനെ തന്നെയാണ് ഇറങ്ങുന്നത്. കാരണം തെലുഗു ഡയറക്ടറാണ്. തെലുഗുവിലും പിന്നെയാണെങ്കിൽ തമിഴിലും സൈമൾട്ടേനിയസ്ലി ആണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. സെയിം കോമ്പിനേഷൻ തന്നെയാണ്. ജയപ്രകാശിനാണ് മ്യൂസിക് വരുന്നത്. അപ്പോൾ ഒരു അവരെന്നെ പ്രത്യേകം എടുത്ത് പറയുന്നത് ബിഗ്ഗസ്റ്റ് ഫാമിലി എന്റർടൈനർ എന്നുള്ള രീതിയിൽ. അത് ഫാമിലി പടം തന്നെ ആയിരിക്കും. ഫാമിലി പടം ആയിരിക്കും. സത്യമൂർത്തിയൊക്കെ പോലെ ഒരു തമിഴ് വൈബ് കിട്ടുന്നില്ല. അതായത് നമ്മളറിയില്ലേ, കാരണം ഇങ്ങനത്തെ പേരൊക്കെ കുറച്ചുകൂടി തെലുഗു മൂവീസ് ആണ് ഇടാറുള്ളത്. അതായത് ഇല്ലേ, മറ്റേ പണ്ടത്തെ ഇല്ലേ ജയൻ രവിയുടെ പടം സൺ ഓഫ് മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് പണ്ടത്തെ അങ്ങനെ ഉണ്ടല്ലോ പടം ഉണ്ടല്ലോ. ചിലപ്പോ ഇപ്പൊ ആ ഒരു ഫോർമാറ്റിലെ പടം ഇറങ്ങാത്തോണ്ടായിരിക്കും ഭയങ്കര ഒരു പുതിയൊരു ഫീൽ, പുതിയതല്ല ഒരു യൂഷ്വൽ ഫീൽ അടിക്കാത്തത്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് അറിയാം, നമ്മൾ ഇന്നലെ ഒരു ഡിസ്കഷൻ നടത്തിയായിരുന്നല്ലേ, ശരിക്കും നമുക്ക് ഇപ്പോൾ ഉള്ള മെയിൻ ലീഡിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ തമിഴിലെ ആരുടെയും സിനിമകൾ വരുന്നില്ല. ഇപ്പോൾ വിജയണ്ണൻ്റെ ആണെങ്കിൽ ജനനായകൻ എവിടെയോ ഒന്ന് കിടക്കുകയാണ്, അത് മുങ്ങിപ്പോയ പോലെ അവസ്ഥയുള്ളത്. അതുകൂടാണ്ട് അജിത് സാറിൻ്റെ ആണെങ്കിൽ ഒന്നും അപ്ഡേറ്റ് ഒന്നുമില്ല. സൂര്യണ്ണൻ്റെ ഇടയ്ക്കൊരു അപ്ഡേറ്റ് വരും പോവും, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. പിന്നെ ആണെങ്കിൽ നമ്മുടെ ആരായിരുന്നു വിക്രം, ചെയ്യാൻ വിക്രത്തിൻ്റെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഒരു പടത്തിന്റെ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു പടമാണെങ്കിൽ കുറേ ആയിട്ട് റിലീസ് ചെയ്യാൻ ധ്രുവ നക്ഷത്രം ഇറങ്ങിയേയില്ല. ജനനായകന്റെ കാര്യം ഏകദേശം അതുപോലെയാണുള്ളത്. എന്താ പറയാ, അതിനകത്തില്ലേ മമിത? അതിനകത്താണ് മമിത. ഞാൻ എടുത്തു പറയണമെന്ന് അറിയോ, ഇപ്പൊ ഇങ്ങനെ ഈ ആക്ടേഴ്സിന്റെ ഒക്കെ ഇവരൊക്കെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അതിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സ്റ്റാർഡും ഉണ്ട്. ചിലവർ ക്രൗഡ് പുള്ളേഴ്സ് ആയിരിക്കും, ചിലവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നവർ. ഇപ്പം സൂര്യണ്ണനെയും വിക്രം രണ്ടുപേരും നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പെർഫോമേഴ്സ് ആണ്. പക്ഷെ ഇവരൊക്കെ അറിയില്ല, ഒന്നും അറിയില്ല. അത് ഭയങ്കര പൊളിറ്റിക്കൽ എന്തോ കളിയുള്ള പോലെ നമുക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇനി ഒട്ടും പറ്റിയില്ലെങ്കിൽ ചിലപ്പോ OTT ഇറക്കാം, ഇല്ലേ? ഡയറക്ടോ അങ്ങനെ എന്തോരം പടങ്ങള് നമ്മള് എന്തോരം അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മളെ ദൃശ്യമൊക്കെ അങ്ങനെയല്ലേ പോയത് ആ ടൈമിൽ. അത് കോവിഡ് ടൈം ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ഇനിയിപ്പോ ഈ പടം OTT ഇറക്കി കഴിഞ്ഞാൽ കുറെ വർഷം കഴിഞ്ഞ് തിയേറ്ററിൽ റിലീസ് ചെയ്താലും കണ്ടോളൂല്ലേ? എപ്പോ റിലീസ് ചെയ്താലും കാണുമല്ലോ ആൾക്കാർ അല്ലേ? പഴയ ഗില്ലിക്ക് വരെ രണ്ടാമത് ഇറക്കിയിട്ട് നല്ല കളക്ഷൻ മറ്റേത് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം OTT എനിക്ക് തോന്നുന്നു ഇറങ്ങുന്നതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല, തിയേറ്ററിലല്ല പ്രശ്നം ഉണ്ടാവാൻ. അറിയില്ല, വിജയണ്ണന്റെ പടം തിയേറ്ററിൽ ഇറങ്ങുന്നതാണ് ഓളം. പ്രത്യേകിച്ച് ലാസ്റ്റ് മൂവിയും കൂടി ആകുമ്പോൾ അങ്ങനെ സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കാണാം. സൂര്യന്റെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതവിടെ പറഞ്ഞോണ്ടിരിക്കും. തുടങ്ങാം. റെഡി? சஞ்சய் விஸ்வநாத் இது வரைக்கும் எத்தனையோ பிஸ்டல் காம்படிஷன்ஸ்ல ஜெயிச்சிருக்காரு. ஆனா இப்போ கன்பாவிற்கு 20 லிட்டர் ஃபிட்னஸ் அதுவும் அதுதான் இருக்காரு. This is Maddie.
இஷ்டத்துக்கு செலவு பண்ணுவோம். நாம தான் பெரிய ஆள் ஆடுற ஒவ்வொரு தடவையும் ஆண்டவன் தான் நம்மளை விட பெரிய ஆள் இருக்காங்கன்னு காட்டுவான். ആ ഒരു മോഡൽ ഉണ്ടോ ப்ராப்ளம் இல்லை. எனக்கு ப்ராப்ளம். என்னடா எங்க இருந்து இவளை புடிச்சிட்டு வந்த? നിമിഷ് രവിയോ? அப்பா, ഏത് ഡിഫറൻസിലെ ലവാണ് കാണിക്കുന്നത് അല്ലേ? ரொம்ப விட்டாத அப்புறம் கஷ்டமா இருக்கும். അതാണ് 20 வயசு சின்னவா. எனக்கு ப்ராப்ளம் இல்லை. எனக்கு ப்ராப்ளம். ப்ளீஸ் நீ ஒரு சுருக்கு போட்டு நான் வயசு பசங்க நீ நான் வந்து விழ போறாங்க. வேணும்னா இன்னும் 4 சுருக்கு போடுறேன். நீ விழு போதும். അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. എനിക്ക് നിങ്ങളുടെ 2 ഏജ് ഡിഫറൻസിന്റെ സംഭവം കാണിച്ചിട്ടുണ്ട് അല്ലേ? ശരിക്കും എന്താ പറയാ, മറ്റേ പ്രായമായിട്ടുള്ള ലുക്കിലൊക്കെ ഉണ്ടായിരുന്നോ? കാരണം നമ്മള് സൂര്യൻ അങ്ങനെ കണ്ടിട്ടില്ല അധികം. സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ നമ്മൾ കണ്ടിട്ടില്ല. വിജയനും മറ്റേ അവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ നമ്മളധികം സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആളുടെ റിയൽ ഏജ് അല്ലേ, അയാളുടെ റിയൽ ഏജ് ഭയങ്കരമായിട്ട് കണ്ടൊരു ഫീല് തോന്നിയായിരുന്നു. അതായത് പെട്ടെന്ന് ഇവരൊക്കെ ഇങ്ങനെ പ്രായം ഉള്ള ലുക്കിൽ വരുമ്പോഴേ നമ്മളൊക്കെ പെട്ടെന്ന് ഒരു ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. കാരണം നമ്മളൊക്കെ കാണുന്ന സമയത്ത് എന്തായിരുന്നു ഗജനിയിലെ സൂര്യ അല്ലേ, അതൊക്കെയാണ് കാര്യം പറയുമ്പോൾ ഞാനത് ആലോചിച്ചിട്ടുണ്ട്. ഈ സഞ്ജയ് വിശ്വനാഥ് തന്നെയാണ് ഗജനിയിലെ പേര്? സഞ്ജയ് രാമസ്വാമി. സഞ്ജയ് ഉണ്ടല്ലോ, അതാണ് പേര്, ആളുടെ പേര് ആ ഗജനി മൂവിനകത്ത്. അപ്പോ ആ പടത്തിനകത്ത് ഭയങ്കര ഒരു ഐക്കോണിക് പേര് തന്നെയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 100 വട്ടം അസിൻ പറയുന്ന പേരാണ് എപ്പോഴും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ ഒരു ഐക്കോണിക് പേര് അതുകൊണ്ട് തന്നെ ആയിരിക്കും കൊണ്ട്. നമ്മളിപ്പോ മറ്റേ സൽമാൻ ഖാന് പണ്ട് എപ്പോഴും പ്രേമായിരുന്നില്ലേ, പിന്നെ ആണെങ്കിൽ SRK എപ്പോഴും അല്ലേ, രാജ് രാഹുൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഏകദേശം ചിലപ്പോൾ അതായിരിക്കാം. ആൻഡ് അഗെയിൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് എനിക്ക് കറക്റ്റ് ഒരു തെലുഗു വൈബാണ് മൊത്തത്തിൽ കിട്ടിയത് അറിയില്ലേ. ഒരു ഭയങ്കര റിച്ച്നെസ്, അതായത് കൊട്ടാരം പോലത്തെ വീടും കുറെ സ്ഥലവും അതിന്റെ കൂടെ എന്താ പറയാ, ആ കൊട്ടാരം പോലത്തെ വീട്ടിനകത്ത് 1-2 പേരും ഭയങ്കര റിച്ച്നെസ്സും. തെലുങ്ക് പടത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. അതായത് ഭയങ്കര റിച്ച് ആയിരിക്കും, ഒരിക്കലും മറ്റവരങ്ങനെ ഭയങ്കര പൂർ ആയിട്ട് അധികം കാണിക്കില്ല അല്ലെ. പ്രത്യേകിച്ച് കുറച്ച് ഫാമിലി പടമാണെങ്കിൽ, ഒന്നുകൂടി ഒരു ഫാമിലി ഓറിയന്റഡ് പടമാണെങ്കിൽ ഭയങ്കര അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊന്ന് ദാരിദ്ര്യം കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഉൾഗ്രാമം കാണിക്കും. പക്ഷെ അവിടെയും വലിയ വീട്, അവിടുത്തെ വലിയ ആളായിരിക്കും. അതായത് ഒന്നുകിൽ സിറ്റിയിലെ വലിയ ആൾക്കാർ അല്ലെങ്കിൽ ഗ്രാമത്തിലെ വലിയ ആൾക്കാർ, അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് ഒരു നമ്മൾ പറയില്ല അവിടെ 4-8 സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മള് മറ്റേ എന്താ പറയാ പുഷ്പ മൂവിയിലാണ് മറ്റേ പടം മഹേഷ് ബാബു വേണ്ടിച്ചോടല്ലോ, വെങ്കടേഷ് അതങ്ങനെയല്ലേ ആ നാട്ടിലെ ഏറ്റവും വലിയ ആൾക്കാർ. പക്ഷെ നമ്മള് കാണുമ്പോ എന്താ ഭയങ്കര നല്ല വീടും സെറ്റപ്പ് ഒക്കെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഏകദേശം അത് എനിക്ക് കംപ്ലീറ്റ് അതാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മമിതയുടെ റോളാണെന്നുണ്ടെങ്കിലും മമിത ഏകദേശം മറ്റേനകത്ത് ആരാ സിസ്റ്റർ ആയിട്ടോ മറ്റേ പടത്തിന് ഇല്ലേ, സിസ്റ്ററാണ് മോളാണ് മോളാണെന്ന് തോന്നുന്നു. മോളാണ്. മറ്റേ എന്ത് മോളാന്നുള്ളത് കാണിക്കുന്നില്ല, മോളായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അഡോപ്റ്റഡ് ആവാം അല്ലെങ്കിൽ മറ്റേതാവാം. ഇവിടെ ആക്ച്വലി ഏകദേശം ഒരു മോൾ വൈബാണ് ഫസ്റ്റ് കിട്ടുന്നത്, അതാണ് കിട്ടുന്നത്. അത് തന്നെയാണ് അവർ കാണിക്കാനും നോക്കിയത്. ഏജ് ഡിഫറൻസിലുള്ളൊരു ലവ് റിലേഷൻ ആണ് കാണിക്കുന്നത്. ആള് കുറെ സ്ഥലത്ത് പറയുന്നുണ്ട് വേണ്ട വേണ്ട എടുക്കരുത് എന്നൊക്കെ. കാരണം ഇനി അവസാനം ഒരു കൊച്ചിനെ കൊണ്ട് വരുന്നുണ്ട്, കണ്ടായിരുന്നില്ലേ മുന്നിൽ കുട്ടീനെ ഇട്ടുണ്ട്. ഇനി മറ്റേ ഞാൻ പെട്ടെന്ന് സഞ്ജയ് ഞാൻ ഗജനിയിലെ ക്യാരക്ടർ തിരിച്ചു തരുവാണോ? ഗജനിയിൽ അതേ പേരാണ്. ഇനി വേറെ ഏതെങ്കിലും പടത്തിലും അങ്ങനെ ഒരു പേരുണ്ടോ എന്നറിയില്ല. പക്ഷെ ആൾക്ക് ആ ഒരു പേര് ഭയങ്കരമായിട്ട് സൂട്ട് ആവുന്നുണ്ട്. ആൻഡ് നമ്മൾ യൂഷ്വലി കാണുന്നത് നമ്മള് കണ്ണ് ചിരിക്കുന്ന സൂര്യണ്ണനല്ല ഇതിനകത്ത് കണ്ടത്. ഭയങ്കര ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണ്. അതായത് ഇത്രയും നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പടത്തിന്റെ ഒരു ടീച്ചർ വരുന്ന സമയത്ത് അത്ര തന്നെ ആ ഗ്യാപ്പിൽ അദ്ദേഹവും ഭയങ്കരമായിട്ടൊരു മാറ്റം വന്നൊരു ഫീലാണ് പെട്ടെന്ന് കാണും. ഇനി ആ ക്യാരക്ടർ അങ്ങനെ എടുത്തതാണോ? ആൻഡ് ഐ ഫീൽ ലൈക്ക് ഒരു അത്ലറ്റിക് സംഭവം കാണിക്കുന്നുണ്ട് അല്ലേ, ഗോൾഡ് മെഡൽസ് അങ്ങനെ സംഭവങ്ങളൊക്കെ. ഷൂട്ടിംഗിൽ എനിക്ക് അപ്പൊ ഒരു അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സ്റ്റഡി ആൻഡ് സ്റ്റേൺ ഭയങ്കര ഒരു അതിൽ കണ്ടു കാണിച്ചല്ലോ. കാരണം നമ്മൾ ഷൂട്ട് ഔട്ട് ചെയ്യുന്ന ഫസ്റ്റ് വേണ്ടുന്ന സാധനം ഐ സംഭവം തന്നെയാണല്ലോ. സൂര്യനെ കണ്ണ് കാണിക്കുമ്പോ വുഡ് ബി വെരി റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു നമ്മൾ
ഓക്കെ പേടിപ്പിച്ച സീനാണ് അത്. അത്ര നേരം എങ്ങനെയെങ്കിലും ഞാൻ ഇറങ്ങാൻ ഓടിയാൽ മതി എന്നത് കണ്ടപ്പോൾ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പക്ഷെ അങ്ങനെ കാണാനായിട്ട് എന്തോ എനിക്ക് കൂടുതൽ മറ്റേ സൂര്യണ്ണനെ റൊമാൻറ്റിക് ആയിട്ട് കാണാൻ ഇഷ്ടം. അതായത് അങ്ങനെയാ. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് അത് തന്നെയാണ്. കാരണം എല്ലാവർക്കും ആ ഒരു ബ്യൂട്ടി കിട്ടില്ലല്ലോ. കാരണം ആ ഒരു കണ്ണ് കാണിക്കുന്ന സമയത്ത് അത്രയും ഭംഗി അല്ലെങ്കിൽ ഭയങ്കര ഒരു അട്രാക്റ്റീവ് സംഭവം അതെല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇപ്പോൾ തളപതിക്ക് അങ്ങനെ ഉണ്ടാവും കുറേ സംഭവങ്ങളൊക്കെ. അപ്പം അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും. അപ്പം എന്തായാലും ഈ സംഭവം ഒരു ഇതൊക്കെ ഉണ്ട്, കണ്ടിരിക്കാൻ ഓവർ വ്യക്തമല്ല എന്താ സംഭവം. ഓൾമോസ്റ്റ് ക്ലിയർ ആണ്, ഇതാണ് സാധനം. പിന്നെ വെങ്കേറ്റ്ലൂരി മൂവി നമ്മൾ ഓൾറെഡി അധികം ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കഴിഞ്ഞ മൂവിൻ്റെ അകത്ത് വാത്തിൻ്റെ അകത്ത് എന്താണോ പറഞ്ഞേക്കണേ അത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു അല്ലേ. ഓവർ ഭയങ്കര കോംപ്ലിക്കേഷൻ, നല്ല രസമുള്ള പടമായിരുന്നു. ചിലപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഗുഡ് ജോണറിലായിരിക്കും ചിലപ്പോൾ ഈ സിനിമയും പോകാൻ വേണ്ടി പോകുന്നത് അല്ലേ. അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ അടുത്ത വീട്ടിൽ കാണാം.